ചില പ്രശ്നങ്ങൾ കാരണം എന്നും വായിക്കാൻ പറ്റില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ even if you read or don't read newspaper, you might have known about the recent happenings around us. അല്ലേ? സോ നമുക്ക് കഴിഞ്ഞ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മഴ കിട്ടി. ആ മഴ മൂലം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടന്നിട്ടില്ലേ? നടന്നു. അപ്പൊ ടീച്ചർ ഒരു കൊളാഷ് കാണിച്ചു തരാം. ഓക്കെ, അല്ല, ഇറ്റ് ഈസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അല്ലേ? ഡിസാസ്റ്റേഴ്സ് ആർ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഡേഞ്ചർ അല്ലെങ്കിൽ ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇഫ് വി നോ സം സ്കിൽസ്, ഓക്കെ, ചില സ്കിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ സേവ് ourselves as well as others also. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്കില്ലിന്റെ എക്സാമ്പിൾ പറയാമോ? ഇവിടെ സെക്കൻഡ് റോ, തേർഡ് വൺ. Can you give an example of that kind of skill? ഒരു ഫ്ലഡ് ഒക്കെ വരുമ്പോൾ നമുക്ക് നീന്തൽ അറിയാവുന്ന വെച്ചിട്ട് കുഴപ്പമില്ല. പറഞ്ഞു, എന്താ പേര്? ഗായത്രി. ഗായത്രി പറഞ്ഞു സ്വിമ്മിങ് ഒരു നല്ല സ്കില്ലാണ്. അല്ലേ? സംസാരിക്കരുത് കേട്ടോ, ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ഓക്കെ, സ്വിമ്മിങ് ആണ് ഗായത്രി പറഞ്ഞ ഉത്തരം. അല്ലേ? അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വിം ചെയ്യാൻ അറിയാമോ? ഡു യു നോ സ്വിമ്മിങ്? ഇല്ല, ടീച്ചറിനും അറിയില്ല. ഓക്കെ, ബട്ട് when you visit a river bank അല്ലെങ്കിൽ ഒരു പുഴയുടെ കരയിലോ അല്ലെങ്കിൽ ഒരു നദിക്കരയിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും have you seen certain objects floating on the river? എന്ത് കണ്ടിട്ടുണ്ട്? പറഞ്ഞോ. പ്ലാസ്റ്റിക് ബോട്ടിൽ. have you seen some living creatures? എന്തെങ്കിലും ലിവിംഗ് ആയിട്ടുള്ളത് അവിടെ? ഫിഷോ? ഫിഷ് സർഫസിലാണോ ഫ്ലോട്ട് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും ലിവിംഗ് ക്രീച്ചേഴ്സ്? ലീവ്സ് ഒക്കെ. ഓക്കെ, ലീവ്സ്. ലിവിംഗ് ക്രീച്ചറിന്റെ എക്സാമ്പിൾ ആർക്ക് പറയാം? ഇവിടെ പറയാമോ? ലിവിംഗ് ക്രീച്ചർ ഞാനാണോ? ഇവിടെയാണോ? ഞാനാണോ? ഈ ചീങ്കണ്ണി. യെസ്. ആ, ഓക്കെ, ക്രോക്കഡൈൽ. ഓക്കെ, നല്ല ഉത്തരമാണ്. വേറെ പ്രാണികൾ. ആരാ പറഞ്ഞ? കശ്മീര. ഒരു ക്ലാപ്പ് കൊടുത്തേ.
ഓക്സിജൻ അങ്ങനെയല്ല, അതിന് സർഫസില് ഫ്ലോട്ട് ചെയ്യാൻ കാരണം എന്തായിരിക്കും? വെയിറ്റ് കുറവാണ്. പറഞ്ഞോളൂ. വെയിറ്റ് കുറവായതുകൊണ്ട്. വെയിറ്റ് കുറവായതുകൊണ്ട് അല്ലേ, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രമായിരിക്കും റീസൺ? വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവോ? വേറെ എന്തെങ്കിലും കാരണം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ let us find out the reason behind the floating of certain lightweight objects. വെയിറ്റ് കുറവായ ചില ഒബ്ജക്ട്സ് എന്തുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ള റീസൺ ആണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരില്ലേ? ഓക്കെ. കാണാൻ പറ്റും രണ്ട് ബീക്കർ ഉണ്ട് അല്ലേ? ബീക്കർ എ ആൻഡ് ബീക്കർ ബി ഉണ്ട്. ഞാൻ അടുത്ത് വേറൊരു സംഭവം ഉണ്ട്. എന്താ അത്? സോപ്പ് സൊല്യൂഷൻ ആണ്. സോപ്പ് സൊല്യൂഷൻ ആയിട്ടില്ല, സോപ്പാണ് ഉള്ളത്. ഓക്കെ. ഈ ഫാൻ ഒന്ന് അടയ്ക്കാമോ? ഫാൻ ഒന്ന് അടച്ചേ. ഓക്കെ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബീക്കറിൽ രണ്ട് ബീക്കറിലും അക്ഷയ് ഇവിടെ വെള്ളം ഒഴിക്കാൻ പോവാണ്. മൊത്തം ഒഴിച്ച് തീർക്കല്ലേ? കുറച്ച് കുറച്ച് ഒഴിക്കാം. ഓക്കെ. ഇനി ആ സോപ്പ് സൊല്യൂഷനിൽ കൂടെ കുറച്ച് ഒഴിച്ചോ. ഓക്കെ. താങ്ക് യു അക്ഷയ്. ഓക്കെ. അപ്പൊ എന്താ, ഏത് ലിക്വിഡാ രണ്ട് ബീക്കറിലും പോർ ചെയ്യേണ്ടത് നമ്മള്? വാട്ടർ. ഓക്കെ. ഇനി ഇതെന്താണ്? ബ്ലേഡ് അല്ലേ? ബ്ലേഡ്. ഓക്കെ. ഇത് നിങ്ങൾ ആരും വിളിക്കുന്നില്ല, ബ്ലേഡ് ആയതുകൊണ്ട് ടീച്ചർ തന്നെ ചെയ്യും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പറഞ്ഞ അവിടെ ലാസ്റ്റ് എന്താ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ ബ്ലേഡ് എന്ത് ചെയ്യാൻ പോവാ? വാട്ടറില് ടീച്ചർ ഇത് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുമായിരിക്കും? ഇവിടെ എന്ത് സംഭവിക്കും? സോപ്പ് സൊല്യൂഷന് ഫ്ലോട്ടിംഗ്. സോപ്പ് സൊല്യൂഷനിൽ ടീച്ചർ ഇടുന്നില്ല, ഈ ബീക്കർ എ ആൻഡ് ബിയിലാണ് ഇടുന്നത്. അപ്പൊ ഫ്ലോട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, ഇരുന്നോളൂ. വേറെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഫ്ലോട്ട് ചെയ്യില്ല, സിങ്ക് ചെയ്യുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ടീച്ചർ ബീക്കർ എയിൽ ഇടാൻ പോവാണ്. അതേപോലെ ബീക്കർ ബിയിലും ഇടാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഒരാൾ വന്നേ, ആരെങ്കിലും ഒരാൾ വാ. പേരെന്താണ്? അഭിജിത്ത്. ഓക്കെ, അഭിജിത്ത് വന്നേ. ഇത് നോക്കിയിട്ട് എല്ലാവർക്കും ആ ഒബ്സർവേഷൻ പറഞ്ഞു കൊടുത്തേ. ബീക്കർ എയിൽ എന്ത് സംഭവിച്ചു? ബ്ലേഡ് ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നത്. ഓക്കെ. ബീക്കർ ബിയിൽ എന്ത് സംഭവിച്ചു? ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നത്. ഇനി അഭിജിത്ത് ഒരു കാര്യം ചെയ്യാം. ടീച്ചർ ഒരു ഡ്രോപ്പർ കൊടുക്കാണ് അഭിജിത്തിന്. അഭിജിത്ത് ഈ സോപ്പ് സൊല്യൂഷനിൽ നിന്ന് നോക്കാം. ഈ സോപ്പ് സൊല്യൂഷനിൽ നിന്ന് കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് ബീക്കർ ബിയിൽ ഇരിക്കുക. ഓക്കെ. കുറച്ചുകൂടെ എടുത്തോ. ഓക്കെ. എന്തോ കണ്ടത് അഭിജിത്ത്? ഇപ്പൊ എന്താ കണ്ടത്? മുങ്ങി. എന്ത് ചെയ്തപ്പോഴാണ് മുങ്ങിയത്? സോപ്പ് സൊല്യൂഷൻ ബീക്കർ ബിയിൽ നമ്മൾ ആഡ് ചെയ്തപ്പോ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്ന ബ്ലേഡ് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? മുങ്ങി, സിങ്ക് ചെയ്തു അല്ലേ? താങ്ക് യു. പോയിക്കോ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കണ്ടത് എന്താ? ഈ എക്സ്പെരിമെന്റ് എല്ലാവരും ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം മോളിക്യൂൾസ് ഇൻ ദ ലിക്വിഡ്. ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ എടുത്ത ലിക്വിഡ് ഏതാണ്? വാട്ടർ ആണ് അല്ലേ? അങ്ങനെ ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തില്ലേ? അപ്പൊ ഇനി ടീച്ചർ തരാൻ പോകുന്നത് ഇതിൽ
ആൻസർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് അതിനുള്ള ഉത്തരം എഴുതണം. ഓക്കെ, നിങ്ങൾ 3 പേര് ഒരു ഗ്രൂപ്പ്, പേരിടണം കേട്ടോ ഗ്രൂപ്പിന്. നിങ്ങൾ 4 പേര് ഒരു ഗ്രൂപ്പ്, നിങ്ങൾ 4 പേര് ഒരു ഗ്രൂപ്പ്. പേരിട്ട് എല്ലാവരും വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പേരിടണം കേട്ടോ. നമുക്ക് അധികം സമയമില്ല. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ച് ഇപ്പൊ തന്നെ ആൻസർ എഴുതി തുടങ്ങിക്കോ. ബാക്കിൽ എഴുതിയാലും മതി ആൻസേഴ്സ്. ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം. വരുമ്പോൾ ബാക്കിൽ എഴുതിയാൽ മതി. ബാക്കിൽ എഴുതിയാൽ മതി ആൻസേഴ്സ്. നമ്പർ ഇട്ടിട്ട് എഴുതിയാൽ മതി. ടീമിന്റെ പേര് എഴുതിയോ? വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടീം നെയിം ഇടണം കേട്ടോ. എല്ലാവരും ഡിസ്കഷനിൽ പങ്കെടുക്കണം. ഓക്കെ, കഴിയാറായോ? നമുക്ക് അധികം ടൈമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. നോക്കട്ടെ ഏത് ഗ്രൂപ്പാ ഫസ്റ്റ് തീർക്കുന്നേ നോക്കട്ടെ. ആരെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയോ? സെക്കൻഡ് ഇവിടെ ലാസ്റ്റ് ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. അവരാണ് അപ്പൊ ഏറ്റവും മിടുക്കരായിട്ടുള്ളവര്. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഗ്രൂപ്പിനെ വേണ്ട അവിടെ വെച്ചോ. ഓക്കെ, നിങ്ങൾക്ക് പേരുണ്ടോ? ഒരു ഗ്രൂപ്പ് നെയിം പറഞ്ഞ എന്താ? ഡ്യൂ ഡ്രോപ്സ്. ഓക്കെ, വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിടാൻ പറഞ്ഞ കുഴപ്പമില്ല. നിങ്ങളുടെ പേരെന്താ? ഓഷ്യൻ. ഓക്കെ, ആൽക്കഹോൾ. ഓക്കെ, നിങ്ങൾ അക്വ. ഓക്കെ, അപ്പൊ ആദ്യം തീർന്നത് ആരാ? ഡ്യൂ ഡ്രോപ്സ്. പറഞ്ഞേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. ഒരാൾ എണീറ്റ് വായിച്ചോ. എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കാൻ പറ്റുള്ളൂ. What is the liquid taken in beaker A and B? ഓക്കെ, വാട്ട് ഈസ് ദ ലിക്വിഡ് ടേക്കൺ ഇൻ ബീക്കർ എ ആൻഡ് ബി? ഇവിടെ ഓഷ്യൻ, വാട്ടർ, രണ്ടിലും വാട്ടർ ആണ് എടുത്തത്. എല്ലാവരും എഴുതിയോ? ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. What happened to the blade when it is placed carefully in water? വാട്ട് ഹാപ്പൻ ടു ദ ബ്ലേഡ്? ഇവിടെ ഈ ഗ്രൂപ്പ് വരെ പറഞ്ഞേ. വാട്ട് ഹാപ്പൻ ടു ദ ബ്ലേഡ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഫ്ലോട്ട്സ്. ഓക്കെ, ഇരുന്നോ. ഇനി ആരാ ക്വസ്റ്റ്യൻ വായിക്കാത്തത്? ആരാ ക്വസ്റ്റ്യൻ വായിക്കാത്തത്? നിങ്ങൾ വായിച്ചോ? ഇല്ലല്ലോ, വായിച്ചോ. തേർഡ് ക്വസ്റ്റ്യൻ ഇരുന്ന് വായിച്ചാൽ മതി, കുഴപ്പമില്ല. What happened to the blade when it is placed in the water in which soap solution is added? ഓക്കെ, സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്ത ബീക്കറിൽ നമ്മൾ ബ്ലേഡ് ഡ്രോപ്പ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ലാസ്റ്റ് വൺ പറഞ്ഞേ. ഇറ്റ് സിങ്ക്സ്. ഓക്കെ, അത് തന്നെയാണോ എല്ലാവരും എഴുതിയത്? ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്തോ ഓക്കെ, അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചേ. ഓക്കെ, ഇത് അഭിജിത്ത് തന്നെ ആൻസർ ചെയ്താൽ മതി. നമ്മള് ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരിക്കും എന്തിനാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അവിടെയാണ് കേട്ടോ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ബ്ലേഡ് നമ്മൾ ഫോഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് സ്റ്റിൽ ഫ്ലോട്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൽ ഇറ്റ് ഫ്ലോട്ട്? യെസ്. ഓക്കെ, അടുത്ത വേറെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഫോഴ്സിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലേഡ് ഫ്ലോട്ട് ചെയ്യുമോ? ഫ്ലോട്ട് ചെയ്യുമോ? ഞാൻ എറിയുന്നില്ല, ഒരു ഫോഴ്സ് കൊടുക്കുവാണ്. എന്ത് പറ്റി? സിങ്കായി അല്ലേ? സിങ്കായി. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ബ്ലേഡ് വിൽ നോട്ട് ഫ്ലോട്ട് എന്നാണ്. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് ഫ്ലോട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ് തമ്മിൽ എന്തെങ്കിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടോ? യെസ്. ഓക്കെ, ഇനി അത് തിരിച്ചു തന്നോ. എല്ലാ ഗ്രൂപ്പുകാരും നന്നായിട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒരു സൈലന്റ് ക്ലാപ്പ് കൊടുത്തേ. താങ്ക് യു. ഇത് ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. നമുക്കറിയാം മോളിക്യൂൾസ് ഓഫ് എ ലിക്വിഡ് തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലെ? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം the water surface or the surface of the liquid will act as an elastic stretched membrane. ഒരു elastic stretched membrane. നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് if you pull it, what happens? It will stretch. അത് stretch ചെയ്യും അല്ലേ? അങ്ങനെ നമ്മൾ ഒരു വാട്ടർ സർഫസ്
സർഫസിലും എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഇടുമ്പോഴത്തേക്കും ദ വാട്ടർ സർഫസ് വിൽ ആക്ട് ആസ് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ഓക്കെ, ഇറ്റ് വിൽ ആക്ട് ആസ് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടി, വാട്ടറിന്റെ ഈ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ് അതിനെ വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. ഓക്കെ, എന്താണ് ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്നത്? ഇവിടെ കശ്മീര സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിക്കുന്നത്? എന്ത് ഫ്ലോട്ട് ചെയ്യുന്നത്? ബ്ലേഡ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഇരുന്നോളൂ. ഓക്കെ, ഇനി ഇവിടെ സെക്കൻഡ് ബെഞ്ച്, സെക്കൻഡ് ലാസ്റ്റ് ഇരുന്ന് പറഞ്ഞാൽ മതി. വേറെ നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടോ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്? എന്തിന്റെയാ? ഒരു ഇൻസെക്റ്റിന്റെ അല്ലേ? അതിന്റെ പേരെന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരാൾ ചോദിക്കുന്ന ഒരാൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ചോദിച്ചാൽ കൈ റേസ് ചെയ്യാം. ഓക്കെ, അക്ഷയ് പറഞ്ഞോ. വാട്ടർ സ്ട്രൈഡർ. അപ്പൊ വാട്ടർ സ്ട്രൈഡർ എന്തുകൊണ്ടായിരിക്കും ഫ്ലോട്ട് ചെയ്യുന്നത്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു എന്താ സർഫസ് ടെൻഷൻ കാരണം സർഫസ് എന്തായി മാറുന്നു? ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? അതിനൊരു റീസൺ കാണില്ലേ? ഓക്കെ, ആ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലെറ്റ് us now observe the water molecules. നമുക്ക് വാട്ടറിന്റെ മോളിക്യൂൾസിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇതിലാരാ ചെയ്യാൻ വരുന്നത്? ആരുമില്ലേ? രോഹൻ വാ. ഓക്കെ, രോഹന് ടീച്ചർ കുറച്ച് ആരോസ് തരാം. ഓക്കെ, നോക്കിക്കേ, ജസ്റ്റ് ലിസൺ. ഇതെന്താണ്? വാട്ടറിന്റെ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി ടീച്ചർ പറഞ്ഞു മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ട്? അരവിന്ദ് എന്തുണ്ട്? മോളിക്യൂൾസിന്റെ ഇടയിൽ എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ട് അല്ലേ? അട്രാക്ഷൻ ഉണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ടീച്ചർ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് ആരോസ് കൊടുത്തിട്ടുണ്ട്. അതെന്താ കാണിക്കുന്നത്? ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണെന്നുള്ളത് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇനി റോഹൻ എന്ത് ചെയ്യും? ബാക്കി ആരോസും കൂടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ബി മോളിക്യൂളില് വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ കൂടെ അട്രാക്ഷൻ ഉണ്ടോ? ഉണ്ട്, വെച്ചോ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഇനി വേറെ എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഏ മോളിക്യൂളിന് ചെറിയ കറക്റ്റ് ആണ്. എങ്ങോട്ടേക്കാണ് ഇപ്പൊ രോഹൻ വെച്ചത്? ഒരാൾ പറഞ്ഞേ. ഇവിടെ എങ്ങോട്ടേക്കാ വെച്ചത്? താഴോട്ട്. അതായത് എയില് ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഡൗൺവേർഡ്സ്. ഓക്കെ, ഇനി ഡൗൺവേർഡ്സ് മാത്രമാണോ? സൈഡ് വേസും ഉണ്ട്. ലാസ്റ്റ് ഓക്കെ, കറക്റ്റ് ആണോ? താങ്ക് യു. ഓക്കെ, ഇനി ഇത് നിങ്ങൾ നോക്കിക്കേ. ഇത് വാട്ടർ മോളിക്യൂൾസ് ആണ് അല്ലേ? വാട്ടർ മോളിക്യൂൾസ് ആണ്. ഇവിടെ എ എന്ന് പറയുന്ന മോളിക്യൂള് വാട്ടറിന്റെ സർഫസിലുള്ള ഒരു മോളിക്യൂൾ ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന മോളിക്യൂൾ അതിന്റെ അകത്തുള്ള വാട്ടറിന്റെ അകത്തുള്ള ഒരു മോളിക്യൂൾ ആണ്. ബി എന്ന് പറയുന്ന മോളിക്യൂളിന്റെ എല്ലാ സൈഡിൽ നിന്നും എന്തുണ്ട്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ രണ്ട് സൈഡിലും പിന്നെ എവിടെയാ? ടുവേർഡ്സ് ദ ഡൗൺവേർഡ് ഡയറക്ഷൻ മാത്രമേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ അല്ലേ? ആണല്ലോ. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് ടീച്ചർ എന്ത് തരും? നേരത്തെ നിങ്ങൾ എന്താ ചെയ്തത്? ആക്ടിവിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ഓക്കെ, നേരത്തെ ടീം ഡ്യൂഡ്
ഡ്രോപ്സ് ആണ് ഫസ്റ്റ് എടുത്തത്. ഇത്തവണ വേറെ ആരെങ്കിലും ആവണം. വേഗം. ഇപ്പൊ നിങ്ങൾ കണ്ട മോഡൽ വെച്ച് കഴിഞ്ഞോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. വായിക്കാത്ത ഒരാൾ വായിച്ചോ. ആരെങ്കിലും വായിച്ചോ? വായിച്ചോ. Which is the molecule in the surface of water? ഏതാണ്? ഇവിടെ ആരാ വായിക്കാത്ത ആൻസർ? സർഫസ്. Which is the molecule in the surface of water? വാട്ടറിന്റെ പ്രതലത്തിലുള്ള മോളിക്യൂൾ ഏതാണ്? ഏതാണ് ഇതിൽ പ്രതലത്തിലുള്ളത്? എ മാത്രം അല്ലേ? എ മാത്രമല്ലേ? അതാണ് എല്ലാവരും എഴുതിയത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. അവിടെ ഇരുന്ന് വായിച്ചാൽ മതി. Okay, in which direction does the molecule A experience a force of attraction? ഏത് ഡയറക്ഷനിലാ കശ്മീര? ഏത് ഡയറക്ഷനിലാ? Towards sides and downwards. Towards sides and downwards. Okay. ഇനി അടുത്ത ആരാ വായിക്കുന്നത്? നിങ്ങൾ വായിച്ചോ. Which direction does the molecule B experience force of attraction? Okay, molecule B ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? പറഞ്ഞോളൂ. All the direction അല്ലെങ്കിൽ all the sides. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ആരാ ഇനി വായിക്കാനുള്ളത്? ഏത് ടീമാ? എല്ലാവരും വായിച്ചോ? ഓക്കെ, അക്ഷയ് വായിച്ചോ. So what will be the force of attraction experienced on B? If so, what will be the total force of attraction experienced on B? അകത്തുള്ള മോളിക്യൂൾ. ഓക്കെ, ബിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഗൗരി പറയാമോ? 0 ആയിരിക്കും. കാരണം എന്താണെന്ന് പറയാമോ? വെരി ഗുഡ്. എന്താണ്? എല്ലാ 4 സൈഡിൽ നിന്നും എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ആൻഡ് ദെൻ വാട്ട് അബൌട്ട് ദ സർഫസ് മോളിക്യൂൾ എ? എയുടെ കാര്യം എന്തായിരിക്കും? എയുടെ 2 സൈഡിൽ നിന്നും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് ആൻഡ് ഓൾസോ ടുവേർഡ്സ് ദ ഡൗൺ സൈഡ് അല്ലേ? ഡൗൺവേർഡ് ഡയറക്ഷനിലും ഉണ്ട്. അപ്പൊ 2 സൈഡ് ഉള്ളത് എങ്ങനെയാ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. പക്ഷെ എങ്ങോട്ടായിരിക്കും അപ്പൊ ഈ എ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? വെരി ഗുഡ്. താഴോട്ട് മാത്രം അല്ലേ? ഡൗൺവേർഡ് ഡിറക്ഷനിലോട്ട് മാത്രം ആണല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാ മോളിക്യൂൾസിലും അങ്ങനെ താഴോട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? സപ്പോസ് ഇതാണ് നമ്മുടെ മോളിക്യൂൾ എങ്കിൽ, ഇതാണ് നമ്മുടെ സർഫസിലുള്ള മോളിക്യൂൾ എങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇവിടെ താഴോട്ടുള്ള അട്രാക്ഷൻ കാരണം ഈ മോളിക്യൂൾസ് എല്ലാം എങ്ങോട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ടുവേർഡ്സ് ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അങ്ങനെ ഈ മോളിക്യൂൾ എന്താവും? ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് എന്ത് ചെയ്യും? അത് ആക്ട് ചെയ്യും. ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. ഈ പ്രോപ്പർട്ടിനെ നമ്മൾ എന്തെന്നാ വിളിച്ചത്? ലാസ്റ്റ് വൺ എന്തെന്നാ നമ്മൾ വിളിച്ചത്? സർഫസ് ടെൻഷൻ. വെരി ഗുഡ്. സർഫസ് ടെൻഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിച്ചത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇതൊരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ടീച്ചർ സർഫസ് ടെൻഷന്റെ ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടോ നിങ്ങൾ? നോക്കിക്കേ, ആദ്യം നമ്മൾ കണ്ട എക്സാമ്പിൾ അല്ലേ ഇത്? വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? ഇവിടെ സെക്കൻഡ് പെയിജ് ഫസ്റ്റ് വൺ. എന്താ ഇതിനെ പറയുന്നത്? ഫസ്റ്റ് ഫിഗറിലുള്ളതിനെ ഇറ്റ് ഈസ് കോൾഡ് water strider. It is called water strider, and water strider will float on the water due to surface tension. അപ്പോൾ എന്താണ് surface tension എന്ന് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് പറയാം? It is the property of a water, like property of a water to act as a stretched membrane. ഒരു stretched membrane ആയിട്ട് വാട്ടറിനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്.
Give an example of an object that will float on water. Plane, you know. Why is it floating? എന്തുകൊണ്ടാണ്? Due to surface tension. What is surface tension? Is the property of a liquid to act as a Elastic. Okay. What is surface tension? അറിയാവുന്നത് മലയാളത്തിൽ പറഞ്ഞാലും മതി. മെമ്പറേൻ പോലെ ആക്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. Can you give another example of surface tension? അവിടെ ബ്ലേഡ് ഫ്ലോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. വേറൊരു എക്സാമ്പിൾ. പിന്നിട്ടാലും വെരി ഗുഡ്. അഭിജിത്ത് അല്ലേ? അഭിജിത്തിന് ഒരു ക്ലാസ് കൊടുത്തേ. പിന്നിട്ടാലും എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും അല്ലേ? ഇനി can you give another example? ഒരു ലിവിംഗ് ക്രീച്ചറിന്റെ എക്സാമ്പിൾ. Insect will float on the water. ഒരു ഇൻസെക്റ്റിന്റെ പേര് പറയാമോ? Water spider. And water spider will float on water due to surface tension. എന്താണ് surface tension? Stretch like a membrane. Okay. ഇനി എന്തുകൊണ്ടാണ് stretch ചെയ്യുന്നത്? സംസാരിക്കരുത്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. താഴോട്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അതൊരു മെമ്പറേൻ പോലെ ആക്ട് ചെയ്യും. വെരി ഗുഡ്. ഇരുന്നോ. വാട്ട് ഇസ് സർഫസ് ടെൻഷൻ? ഇരുന്നു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എല്ലാവരും ആൻസർ ഒക്കെ പറഞ്ഞല്ലോ. ഓക്കെ. അപ്പോ ഇനി ടീച്ചർ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് തരാൻ പോവാണ്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്താ? നിങ്ങൾ ഈ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ അതിന്റെ ലിറിക്സ് ഒക്കെ മാറ്റി പാടാറൊക്കെ ഇല്ലേ? ഇല്ലേ? ഓക്കെ. എന്നാൽ ഇല്ലാത്തവർക്ക് ടീച്ചർ അതിനൊരു അവസരം തരാൻ പോവാണ്. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാട്ട് എഴുതണം. ഒരു പോയം എഴുതണം. ഓക്കെ. റൈറ്റ് ഇറ്റ് ഡൗൺ. Write a poem. Write a poem. Write a poem on the theme. On the theme. Write a poem on the theme. Properties of water. Properties of water. എല്ലാവരും എഴുതിയോ?